മാരാമൺ കൺവെൻഷനിലേക്ക് ക്ഷണിച്ച ആരെയും ഒഴിവാക്കിയിട്ടില്ലെന്ന് ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്ത പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ മാരാമൺ കൺവെൻഷനിലേക്ക് ക്ഷണിച്ചെന്നും പിന്നീട് ഒഴിവാക്കിയെന്നും മുൻപ് വാർത്തകൾ പുറത്തു വന്നിരുന്നു. ആദ്യമായിട്ടാണ് വിഷയത്തിൽ മാർത്തോമ മെത്രാപ്പോലിത്തയുടെ പ്രതികരണം വരുന്നത്. ശ്രീ കെ അബിലാലുണ്ട്. അബിലാൽ, ആ ക്ഷണവും നിരസിച്ചതുമൊക്കെ തന്നെ വലിയ വിവാദമായിരുന്നു. ഇപ്പോൾ വിശദീകരണം എങ്ങനെയാണിപ്പോൾ മാർത്തോമ മെത്രാപ്പോലിത്തയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്? പ്രജീഷ്, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാർത്തോമ സഭയുടെ നേതൃത്വത്തിൽ നടക്കുന്ന മാരാമൺ കൺവെൻഷന്റെ യുവജന വേദിയിൽ ക്ഷണിതാവായി എത്തുന്നു എന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ വന്ന മാധ്യമ വാർത്ത. പിന്നീട് വിവാദമായ പശ്ചാത്തലത്തിൽ സഭയ്ക്കുള്ളിൽ തന്നെ ഭിന്നാഭിപ്രായം രൂപപ്പെട്ടതോടുകൂടി ഇദ്ദേഹത്തെ ഒഴിവാക്കി എന്നുള്ള തരത്തിലും വാർത്തകൾ വന്നിരുന്നു. എന്നാൽ ആ ഘട്ടത്തിലൊന്നും സഭാ അധ്യക്ഷൻ്റെതായി നേരിട്ടോ അല്ലാതെയോ ഉള്ള പ്രതികരണങ്ങൾ ഏതും വന്നിട്ടില്ല. ഏറ്റവും ഒടുവിൽ സഭയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണമായ സഭാ താരകയിലാണ് മെത്രാപ്പോലിത്തയുടെ പ്രതികരണം വിശദമായി തന്നെ വന്നിരിക്കുന്നത്. അതായത് ഈ സമീപകാലത്ത് ചില മാധ്യമ വാർത്തകൾ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. ചില ആളുകളെ ക്ഷണിക്കുകയും പിന്നീട് ഒഴിവാക്കുകയും ചെയ്തു എന്നുള്ള തരത്തിലാണ് മാധ്യമ വാർത്തകൾ വന്നത്. സഭാവിശ്വാസികൾ ആരും തന്നെ അത്തരത്തിലുള്ള വാർത്തകൾ വിശ്വാസത്തിലെടുക്കരുത് എന്നുള്ളതാണ് മാർത്തോമ മെത്രാപ്പോലിത്ത ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്ത വിശദീകരിക്കുന്നത്. ക്ഷണിക്കപ്പെട്ട ആരെയും ഒഴിവാക്കിയിട്ടില്ല എന്നാണ് അതിൽ അദ്ദേഹം അടിവരയിട്ട് പറയുന്നത്. അതിൽ നിന്നും വി ഡി സതീശനെ സഭാ നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഒന്നും തന്നെ ക്ഷണിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം നേരിട്ട് അല്ലാതെ തന്നെ വിശദീകരിക്കുന്നത്. ഈ മാരാമൺ കൺവെൻഷനുമായി ബന്ധപ്പെട്ട നടത്തിപ്പൊക്കെ തന്നെ സഭയുടെ നേതൃത്വത്തിലുള്ള സുവിശേഷ പ്രസംഗ സംഘത്തിനാണ്. അത്തരത്തിൽ ആരെയെങ്കിലും ക്ഷണിക്കേണ്ടതുണ്ട് എങ്കിൽ മാർത്തോമ മെത്രാപ്പോലിത്തയുടെ പ്രത്യേക അനുമതിയോടുകൂടി സുവിശേഷ പ്രസംഗ സംഘാംഗങ്ങളും അതിൻ്റെ അനുബന്ധ കമ്മിറ്റികളുമാണ് ചെയ്യേണ്ടത്. ഇത്തരത്തിൽ വിവാദം ഉള്ളതും അതോടൊപ്പം തന്നെ മാധ്യമ വാർത്തകളായി പുറത്തു വന്നിട്ടുള്ള വിശദാംശങ്ങൾക്കും യാതൊരു അടിസ്ഥാനമില്ല എന്നുള്ളതുകൂടി സഭാവിശ്വാസികളെ ഈ ലേഖനത്തിലൂടെ മാർത്തോമ മെത്രാപ്പോലിത്ത ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്.